അതുപോലെ നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നെസ്റ്റഡ് കഴിഞ്ഞിട്ട് എന്ത് വരികയാണെങ്കിലും നെസ്റ്റഡ് ഇഫ് ആണെങ്കിൽ ഒരു ഇഫിൻ്റെ ഉള്ളിൽ അടുത്ത ഇഫ്, നെസ്റ്റഡ് ഫോർ ആണെങ്കിൽ ഒരു ഫോറിൻ്റെ ഉള്ളിൽ അടുത്ത ഫോർ, നെസ്റ്റഡ് സ്ട്രക്ചർ ആണെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അടുത്ത സ്ട്രക്ചർ. അതാണ് മീനിങ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 കണ്ടീഷൻ കാണുന്നുണ്ടാവും, അതുപോലെ 3 സ്റ്റേറ്റ്മെൻറ്റും കാണുന്നുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ എൽസിലേക്ക് പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 3 വർക്കാവും. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ നേരെ എൽസിലേക്ക് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 3 വർക്കാവും. ഇനി കണ്ടീഷൻ 1 ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തും. അവിടെ എഗെയിൻ ഒരു കണ്ടീഷൻ 2 ഉണ്ട്. ആ കണ്ടീഷൻ 2 നമ്മൾ ചെക്ക് ചെയ്യണം. ആ കണ്ടീഷൻ 2 ട്രൂ ആയിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ 1 ഫോൾസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എൽസിലേക്ക് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. അതാണ് കൺസെപ്റ്റ്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, കണ്ടീഷൻ 1 ഫോൾസ് ആണെന്ന് വിചാരിക്കുക. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് 3. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ 2 കാര്യങ്ങൾ നോക്കണം. കണ്ടീഷൻ 2 നമ്മൾ ചെക്ക് ചെയ്യണം. ആ കണ്ടീഷൻ 2 ട്രൂ ആണോ കണ്ടീഷൻ 2 ഫോൾസ് ആണോ നോക്കണം. കണ്ടീഷൻ 1 ട്രൂ ആവുകയും കണ്ടീഷൻ 2 ട്രൂ ആവുകയും രണ്ടും ട്രൂ ആയിക്കഴിഞ്ഞാൽ വർക്കാവുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിരിക്കും. ഇനി കണ്ടീഷൻ 1 ട്രൂ ആവുകയും കണ്ടീഷൻ 2 ഫോൾസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ വർക്കാവുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കണ്ടീഷൻ 1 ട്രൂ ആവണം, കണ്ടീഷൻ 2 ട്രൂ ആവണം. സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യുന്നത് കണ്ടീഷൻ 1 ട്രൂ ആവുകയും കണ്ടീഷൻ 2 ഫോൾസ് ആവുകയും ചെയ്യുന്ന ടൈമിൽ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇഫ് 10 ഗ്രേറ്റർ ദാൻ 8, അതായത് ഇതിൻ്റെ മീനിങ് 8നേക്കാൾ വലുതാണോ 10. 8നേക്കാൾ വലുതാണല്ലോ 10. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അവിടെ എഗെയിൻ എന്തുണ്ട്, ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇഫ് 10 ഗ്രേറ്റർ ദാൻ 9, 9നേക്കാൾ വലുതാണോ 10. ഈ കണ്ടീഷൻ ട്രൂ ആണല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അവിടെ എന്താ പ്രിൻറ്റ് ചെയ്യാനുള്ളത്, ഹായ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക എപ്പോഴും എന്തായിരിക്കും, ഹായ് എന്നുള്ളതായിരിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആയി, അതുകൊണ്ട് ഉള്ളിലേക്ക് കയറി. രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആയി, അതുകൊണ്ട് ഉള്ളിലേക്ക് കയറി ഹായ് പ്രിൻറ്റ് ചെയ്തു. ഈ 2 എൽസിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഞാനിതൊരു കുഞ്ഞ് വ്യത്യാസം ഇതിൽ വരുത്തി കാണിക്കുകയാണ്. 10 ഗ്രേറ്റർ ദാൻ 9 എന്നുള്ളത് മാറ്റിയിട്ട് 10 ഗ്രേറ്റർ ദാൻ 19 എന്നാക്കി ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഈ ഹായ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിൽ എന്ത് വ്യത്യാസമായിരിക്കും വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നോക്കി. 10 ഗ്രേറ്റർ ദാൻ 8 ആണ്, 8നേക്കാൾ വലുതാണ് 10. ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. എഗെയിൻ അവിടെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. 10 ഗ്രേറ്റർ ദാൻ 19 ആണോ, 10നേക്കാൾ വലുതാണോ 19നേക്കാൾ വലുതാണോ 10 എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. യെസ്, ഈ കണ്ടീഷൻ ഫോൾസ് ആയിപ്പോയി. 10നേക്കാൾ വലിയതാണ് 19, അതുകൊണ്ട് ഈ ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഞാൻ നേരെ ഈ ഇഫിൻ്റെ എൽസ് പാർട്ടിലേക്ക് പോകേണ്ടി വരും. അവിടെ എന്താ ഉള്ളത്, ഹലോ എന്നാണ് പ്രിൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് വരിക ഒരിക്കലും ഹായ് എന്നല്ല, എപ്പോഴും ഔട്ട്പുട്ട് വരിക ഹലോ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആയി, രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആയി. ആ ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആയ കേസിൽ ആദ്യത്തെ ഹായ് എന്ന് പ്രിൻറ്റ് ചെയ്തു. ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആവുകയും രണ്ടാമത്തെ കണ്ടീഷൻ ഫോൾസ് ആവുകയും ചെയ്ത കേസിൽ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇനി ഇത് 10 ഗ്രേറ്റർ ദാൻ 80 എന്നാണുള്ളതെന്ന് വിചാരിക്കുക. 10 ഗ്രേറ്റർ ദാൻ 80. അപ്പോൾ 80നേക്കാൾ വലുതല്ല ഒരിക്കലും 10. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. നമ്മൾ നേരെ താഴെയുള്ള എൽസിലേക്ക് വരേണ്ടി വരും. അവിടെയുള്ള സോറി ആയിരിക്കും പ്രിൻറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വന്നു, സോറി വന്നു. ഓക്കെ, ഇത് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് കിട്ടും.